ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നമ്മളൊരു കൺസിസ്റ്റൻസി ചാലഞ്ച് 21 ഡേയ്സിലത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ചാലഞ്ചിൻ്റെ ഡേ 0 ഇന്ന്. അപ്പോൾ ഇന്ന് ഡേ 0 എന്ന് പറയുമ്പോൾ എന്താണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. വളരെ സിമ്പിളാണ്. നമ്മളെ ആ ഒരു ചാലഞ്ചിലോട്ട് പോകാൻ നമ്മളൊന്ന് റീസെറ്റ് ചെയ്യുന്നു. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കൺസിസ്റ്റൻസി ചാലഞ്ച് 21 ഡേയ്സിലേക്കുള്ളതാണ്. എന്തിനാണ് ഈ 21 ഡേയ്സ് ഞാൻ ചൂസ് ചെയ്തതെന്നല്ലേ, നമ്മളൊരു ഹാബിറ്റ് 21 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ, കണ്ടിന്യൂസ്ലി കൺസിസ്റ്റൻ്റ്ലി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഹാബിറ്റായിട്ട് മാറും. പിന്നീടുള്ള ദിവസങ്ങളിൽ ഓട്ടോമാറ്റിക്കലി നമുക്കത് ചെയ്യാനുള്ളൊരു ട്രിഗർ കിട്ടുമെന്നാണ് പറയുന്നത്, സയൻറ്റിഫിക്കലി പറയുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ നിന്നാണ് നമ്മൾ 21 ഡേയ്സ് ചാലഞ്ച് എന്നൊരു ഐഡിയ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ഈ 21 ഡേയ്സ് ചാലഞ്ചിൻ്റെ ഡേ 0 ഇന്നെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്താണ് ഡേ 0 എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. സിംപ്ലി വേറൊന്നുമല്ല, നമ്മൾ ഇതിന് വേണ്ടി ഒന്ന് സെറ്റ് ആവുക. അതായത് ചിലപ്പോൾ നമ്മുടെ റൂമൊക്കെ ഒന്ന് നമുക്ക് ഒതുക്കേണ്ടി വരും. ചിലപ്പോൾ വാരി വലിച്ചൊക്കെ ഇട്ടേക്കായിരിക്കില്ലേ, ടേബിൾ, റൂം, അതൊക്കെ ഒന്ന് ഒതുക്കുക. ഈ ഒരു 21 ഡേയ്സിൽ എന്തൊക്കെ പഠിക്കാമെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടാവും. നിങ്ങൾ ഈ ഒരു ചലഞ്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങളെ തന്നെ ഒന്ന് സെറ്റ് ചെയ്യുക. അതാണ് ഈ ഡേ 0 കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാലഞ്ച് തുടങ്ങാനുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുറേ ദിവസമായിട്ട് എനിക്കിങ്ങനെ കണ്ടിന്യൂസ്ലി പഠിക്കാൻ പറ്റില്ല. അതായത് ഇന്ന് പഠിച്ചാൽ നാളെ പഠിക്കാൻ ഭയങ്കര മടിയാണ്. അതൊരു വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നില്ല. അപ്പോൾ ആ സാധനം ബിൽഡ് ചെയ്തെടുക്കുക. എന്നെപ്പോലെ തന്നെ ഒരുപാട് പേരുണ്ടെന്ന് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം എല്ലാവർക്കും എക്സാം ഉണ്ട്, പഠിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ ബുക്ക് എടുക്കുമ്പോൾ ഉറക്കം വരുന്നു, ബുക്ക് എടുക്കാനേ ചിലർക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയുള്ളവരുണ്ടെന്ന് കേട്ടു. അപ്പോൾ ഞാനും നോക്കിയപ്പോൾ സെയിം എൻ്റെ അവസ്ഥ അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ കാണുന്ന വ്യൂവേഴ്സിനും ആ ഒരു അവസ്ഥ ഉണ്ടാവും ഡെഫിനറ്റ്ലി. ഇപ്പോൾ ഡിഗ്രി പ്രിലിംസൊക്കെ വരികയാണ്, കുറച്ച് ദിവസം ഇനിയുള്ളൂ. അപ്പോൾ ഒന്നും പഠിച്ചില്ല എന്ന് വെച്ചാൽ ഒന്നും നടക്കാൻ പോണില്ല. സോ എന്തെങ്കിലുമൊക്കെ പഠിക്കണ്ടേ. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്ത് ആ ഒരു സംഭവത്തിലോട്ട് ഇറങ്ങിയാലേ എന്തെങ്കിലുമൊക്കെ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസി ചാലഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ചാലഞ്ച് ചെയ്യുമ്പോൾ ഞാൻ എന്തിന് വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചാനലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്. അതോടൊപ്പം തന്നെ എനിക്കൊരു മോട്ടിവേഷൻ ബിൽഡ് ചെയ്യാനും കൂടിയാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ എന്നൊരു ഐഡിയ തന്നെ തുടങ്ങാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കൺസിസ്റ്റൻസി ചാലഞ്ച് ചെയ്യുമ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ ഒരു ബോധം വരും. ഓക്കെ, ഡേ 1 അപ്പോൾ ഇതെനിക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. സോ ഞാൻ ചെയ്തില്ലെങ്കിൽ വീഡിയോ ഒരു തേങ്ങ ഉണ്ടാവത്തില്ല, എനിക്ക് അപ്ലോഡ് ചെയ്യൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒബ്വിയസ്ലി ഞാൻ എന്തായാലും ചെയ്യും. ഇന്നത്തെ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ എൻ്റെ ഈ 21 ഡേയ്സ് ചാലഞ്ച് കംപ്ലീറ്റ് ആയി പോകും. ഇനി നിങ്ങൾക്കിതെങ്ങനെ യൂസ്ഫുൾ ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടും. നിങ്ങൾ അതിൻ്റെ അടിയിൽ വന്ന് എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇന്ന ദിവസം ഇതൊക്കെ പഠിച്ചു എന്ന് വന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കും ഓക്കെ ഇന്ന് കമൻറ്റ് ചെയ്യണ്ടേ എന്നൊരു തോട്ട് പ്രോസസ് നിങ്ങൾക്കും വരും ഡെഫിനറ്റ്ലി. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടും. ഈ 21 ഡേയ്സിൽ എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഇടും. എല്ലാ ദിവസവും എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ലോങ് വീഡിയോ ചിലപ്പോൾ ഇടാൻ പറ്റിയെന്ന് വരില്ല, ഷോർട്സ് ആയിരിക്കും. നാളെ എന്തായാലും ലോങ് വീഡിയോ ഇടും, കാരണം നമ്മുടെ ചാലഞ്ചിൻ്റെ ഫസ്റ്റ് ഡേ ആണല്ലോ. നാളെ ലോങ് വീഡിയോ ഇടും. പിന്നെ എല്ലാ ദിവസങ്ങളിലും കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ആയിട്ട് ഞാൻ ഇടാം. എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ ചെയ്തു എന്നൊക്കെ ഉള്ളത് കാണിച്ചിട്ട് ഞാനൊരു ഷോർട്സ് റെഡിയാക്കി ഇടാം. പിന്നെ അതിനിടയ്ക്ക് പറ്റുന്ന ദിവസങ്ങളിൽ ലോങ് വീഡിയോസും ചെയ്യാം. അപ്പോൾ ഈ ഒരു ചലഞ്ചിൽ ഞാൻ എൻ്റെ ഇതിൽ 3 റൂൾസാണ് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ ഹാബിറ്റ് ബിൽഡ് ചെയ്യണം അതനുസരിച്ച് എന്ന് പറഞ്ഞാൽ എല്ലാ ഹാബിറ്റും കൊണ്ട് ഒരുമിച്ച് കൊണ്ടുവരില്ല, 1, 2, 3 അത് മതി. അതിൽ കൂടുതൽ വേണ്ട. എല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വട്ടുപിടിക്കും. അതുകൊണ്ട് ഒരു 3 ഹാബിറ്റ്സാണ്, അല്ലെങ്കിൽ ഒരു 3 റൂൾസാണ് ഞാൻ എൻ്റെ കാര്യത്തിൽ വച്ചേക്കുന്നത്. സിംപ്ലി വേറൊന്നുമല്ല. ഫസ്റ്റ് തിങ്, എല്ലാ ദിവസവും മിനിമം 4 hours ഞാൻ പഠിക്കണം. മിനിമമാണ് ഞാൻ വച്ചേക്കുന്നത് 4 hours. അതുപോലെ നിങ്ങൾക്കും വയ്ക്കാം. നിങ്ങളുടെ ഒരു മിനിമം ടൈം നിങ്ങൾ വയ്ക്കുക. ഇപ്പോൾ ചിലർക്ക് 2 മണിക്കൂറായിരിക്കാം, 3 മണിക്കൂറായിരിക്കാം, ചിലപ്പോൾ 5 മണിക്കൂർ പഠിക്കാൻ പറ്റുന്നവരുണ്ടായിരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 4 hours ഞാൻ മിനിമം വച്ചേക്കുന്നത്. അപ്പോൾ ഈ 4 hours എന്ന് പറയുന്ന സാധനം എന്ത് വന്നാലും പഠിക്കണം. പിന്നെ അതിൽ കൂടുതലൊക്കെ നമ്മുടെ ആ ഒരു ഇത് വെച്ചിട്ട് ആ ദിവസം എങ്ങനെയാണോ ഡിപ്പെൻസ് ഓൺ ദി ഡേ നമ്മൾ പഠിക്കുക. അതാണ് ആ ഒരു ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പഠനം തന്നെയാണ് ഈ ഒരു കൺസിസ്റ്റൻസി ചലഞ്ചിൻ്റെ മെയിൻ തിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് റൂൾ അതാണ്. ഇനി സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്, എനിക്കിപ്പോൾ അത്യാവശ്യം നല്ല സ്ക്രീൻ ടൈമുണ്ട്, എനിക്കത് കുറയ്ക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോഴേ ശരി തന്നെയാണ്, നമുക്കിങ്ങനെ മൊബൈലിൽ നോക്കാൻ പറ്റില്ല നമ്മുടെ സ്ക്രീൻ ടൈം. നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല സ്ക്രീൻ ടൈം എനിക്കുണ്ട്. സോ ഞാൻ കരുതി അതെനിക്കൊന്ന് കുറയ്ക്കണം. അതാണ് സത്യം പറഞ്ഞാൽ മെയിൻ കാര്യം. ഇത് ഈ ഒരു ചാലഞ്ചിൻ്റെ വൺ ഓഫ് ദ മെയിൻ തിങ്. അത് മാറിയാൽ തന്നെ പകുതി സെറ്റാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സെക്കൻഡ് റൂൾ അത് തന്നെയാണ്, എൻ്റെ ഒരു സ്ക്രീൻ ടൈം ഒന്ന് കുറയ്ക്കുക. ഇനി മൂന്നാമത്തത് സിമ്പിളാണെന്ന് ചിലപ്പോൾ സിമ്പിളായിരിക്കാം.
ഓക്കെ, എനിക്കിപ്പോൾ അത്യാവശ്യം നല്ല കുടവയറൊക്കെ വരുന്നുണ്ട് ഗൈസ്, എന്താണെന്നറിയില്ല. അപ്പോൾ അതൊക്കെ എനിക്കൊന്ന് കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു വർക്കൗട്ട് ഡയറ്റ് പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡയറ്റ് പ്ലാൻ വർക്കൗട്ട് പ്ലാൻ എന്ന് പറയുമ്പോൾ അങ്ങനെ എമണ്ട സാധനമൊന്നുമല്ല. ഞാൻ യൂട്യൂബൊക്കെ നോക്കി റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാണ്. ഡയറ്റ് അങ്ങനെ ഭയങ്കര സംഭവമൊന്നുമല്ല. നമ്മുടെ വീട്ടിലുള്ള ഫുഡൊക്കെ കഴിച്ച് തന്നെ അധികം അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, ഭയങ്കര ഓയിലി ഷുഗറി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കാതെ ഒന്ന് നല്ല രീതിക്ക് ഫുഡൊക്കെ കഴിച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു 3 റൂൾസാണ് ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസി ചാലഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ റൂൾസ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാം. വേണമെങ്കിൽ ചുമരിലൊക്കെ എഴുതി വെച്ച് ഒട്ടിച്ചോളൂ. അപ്പോൾ നിങ്ങളിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും അത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൺസിസ്റ്റൻസി ചാലഞ്ച്. അപ്പോൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നവരുണ്ടാവും കറക്റ്റായിട്ട്. അവരിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാതെ സ്റ്റാർട്ട് ചെയ്യണം, ഇനി നന്നായിട്ടൊന്ന് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരെവിടെയെങ്കിലുമൊക്കെ ഒരു ബ്രേക്ക് വന്നിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ചാലഞ്ചിലോട്ട് ചെയ്തോളൂ. നിങ്ങൾക്കിത് യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ നിങ്ങൾ ഡേ 0, നിങ്ങൾ ഈ വീഡിയോ എന്നാണോ കാണുന്നത് അന്ന് ഡേ 0 എടുക്കുക. പിന്നെ ഡേ 1, 2, 3 എക്സെട്ര അങ്ങനെ പോവുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ചാനലിൽ എല്ലാ ദിവസവും വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യും. ചിലപ്പം ഇന്നത്തെ വീഡിയോ ആണെങ്കിൽ ഇന്നാണ് ഡേ 0 എങ്കിൽ ഞാൻ നാളെ ആയിരിക്കും വീഡിയോ കാണാം. കാരണം എഡിറ്റ് ചെയ്ത് വോയിസ് ഒക്കെ കൊടുത്ത് ഇടണ്ടേ. അപ്പോൾ ഇച്ചിരി ടൈം എടുക്കും. പറ്റുമെങ്കിൽ വൈകിട്ട് തന്നെ ഇടാം, നോക്കാം. ഓക്കെ, എന്തായാലും എല്ലാ ദിവസവും വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൺസിസ്റ്റൻസി ചാലഞ്ച്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഈ കൺസിസ്റ്റൻസി ചാലഞ്ചിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും മറ്റേ ഇങ്ങനെ മസിൽ ഈ സ്ക്രീനിൽ കാണുമ്പോൾ മറ്റേ ഈ മസിൽ പിടിച്ചൊരു സംഭവമില്ലേ ഈ കൈ, ആ സംഭവം ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. ഓക്കെ.